Good morning students. Okay, അപ്പോൾ ഇന്ന് ടീച്ചർ എടുക്കാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ നമ്മൾ 4th ചാപ്റ്റർ അല്ലേ, 4ാമത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ചെയ്യാനായിട്ടുള്ളത് ട്രൂ ഓർ ഫാൾസും അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് കൂടെ ഉള്ളൂ നമുക്ക് 4ാമത്തെ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം നമുക്ക് 4ാമത്തെ ചാപ്റ്ററിലെ ട്രൂ ഓർ ഫാൾസോ പറഞ്ഞതിന് ശേഷം നമുക്ക് മാച്ച് ദ ഫോളോയിങ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, 5ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ടേക്ക് പേജ് നമ്പർ 67. അടുത്ത എല്ലാവരും പേജ് നമ്പർ 67. ഓക്കെ ഓക്കെ, അപ്പം റൈറ്റ് ട്രൂ ഓർ ഫാൾസ് ആണ്. ക്വസ്റ്റ്യൻ ടീച്ചർ വായിക്കാം, ആൻസർ നിങ്ങൾ പറയണം കേട്ടോ. അപ്പം നമുക്കിവിടെ ആൻസർ എഴുതാനായിട്ട് സൈഡിൽ സ്പേസ് ഉണ്ട്. എല്ലാവരും ടെക്സ്റ്റിൽ മാത്രം ഫില്ല് ചെയ്താൽ മതി, നോട്ട്ബുക്കിൽ എഴുതണ്ട കേട്ടോ. അപ്പോൾ അതിന്റെ ആൻസർ എന്ത് ചെയ്യാം, ഇപ്പോൾ തന്നെ ഇവിടെ എന്ത് ചെയ്യാം, സൈഡിലായിട്ട് ഫില്ല് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ A slide is a double page of presentation. എന്താണ്? A slide is a double page of presentation. Slide എന്ന് പറയുന്നത് എന്താണ്? Double page of presentation ആണോ? ഒരു സ്ലൈഡ് അല്ലേ, ഇവിടെ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിന്റെ ഒരു കമ്പ്യൂട്ടർ സ്ലൈഡ് എന്ന് പറയുന്നത് എന്താ, ഒരു പേജിനെയാണോ എന്ന് പറയുന്നത് സ്ലൈഡ് എന്ന് പറയുന്നത് അല്ലേ? അല്ലാതെ ഡബിൾ പേജിനെയാണോ സ്ലൈഡ് എന്ന് പറയുന്നത്? അല്ല, ഒരു ഭാഗത്തെയാണ് എന്ന് പറയാം സ്ലൈഡ് എന്ന് പറയാം അല്ലേ. സ്ലൈഡ് ഈസ് എ ഡബിൾ പേജ് ഓഫ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഫോൾസ് ആണ് അല്ലേ. ഒന്നാമത്തെ ആൻസർ എന്താണ്, ഫോൾസ് ആണ്. ഒന്നാമത്തെ ആൻസർ എന്താണ്, ഫോൾസ് ആണ്. ഓക്കെ, അത് നോക്കിയേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റീഡ് ചെയ്തേ. Two ways of interesting a table are insert table and draw table. ഏതാണ്? Two ways of inserting a table are insert table and draw table. അതായത് two ways of table ഉണ്ട്. ഏതൊക്കെയാണ്? insert table and draw table. കറക്റ്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ആൻസർ എന്ത് എടുക്കുക, ട്രൂ എന്ന് കൊടുക്കുക. ഓക്കെ, രണ്ടാമത്തെ ആൻസർ എന്താണ്, ട്രൂ എന്ന് കൊടുക്കുക. രണ്ട് തരം ടേബിൾ ആണുള്ളത്. ഏതൊക്കെയാണ്? insert table and draw table. ഏതാണ്? insert table and draw table. അടുത്തേക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. text box is used to insert an image. ഏതാണ്? text box is used to insert an image അല്ലേ. text box എന്ന് പറയുന്നത് is used to insert an image. text box is used to insert an image. അപ്പോൾ text box യൂസ് ചെയ്യുന്നത് insert an image നമ്മുടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം text box നമ്മൾ പഠിച്ചാണ്. This option is used to insert, edit and format the text in a slide എന്നാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, text box is used to insert an image എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതെന്താണ്, തെറ്റാണ്. ഓക്കെ, മൂന്നാമത്തെ ആൻസർ എന്താണ്, ഫോൾസ് ആണ്. മൂന്നാമത്തെ ആൻസർ ഫോൾസ് ആണ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിപ്പ് ആർട്ട് ഇൻക്ലൂഡ്സ് ഡ്രോയിങ്, മൂവീസ് ആൻഡ് സൗണ്ട്സ്. അതായത് ക്ലിപ്പ് ആർട്ട് ഇൻക്ലൂഡ്സ് ഡ്രോയിങ്, മൂവീസ് ആൻഡ് സൗണ്ട്സ്. ക്ലിപ്പ് ആർട്ട് എന്ന് പറയുന്നത് ഡ്രോയിങ്, മൂവീസ് ആൻഡ് സൗണ്ട്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ക്ലിപ്പ് ആർട്ട് എന്ന് പറയുന്നത്? ക്ലിപ്പ് ആർട്ട് ഇൻക്ലൂഡ്സ് ഡ്രോയിങ്, മൂവീസ് ആൻഡ് സ്ലൈഡ്സ്. ഇത് ഉൾപ്പെടുന്നതാണോ ക്ലിപ്പ് ആർട്ട് എന്ന് പറയുന്നത്? അല്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, അതെന്താണ് ആൻസർ എന്താണ്, അത് ഫോൾസ് ആണ് അല്ലേ. ക്ലിപ്പ് ആർട്ട് ഈസ് ഇൻക്ലൂഡ് ഡ്രോയിങ്, മൂവീസ് ആൻഡ് സൗണ്ട്സ് എന്നുള്ളത് എന്താണ്, ഫോൾസ് ആണ്. അപ്പോൾ നാലാമത്തെ ആൻസർ എന്താണ്, ഫോൾസ് ആണ്. അടുത്ത അഞ്ചാമത്തെ നോക്കിയേ. വേർഡ് ആർട്ട് ഈസ് യൂസ്ഡ് ടു ഇൻസർട്ട് ഡെക്കറേറ്റ് ടെക്സ്റ്റ് ഇൻ എ ഡോക്യുമെന്റ്. അതായത് വേർഡ് ആർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഈസ് യൂസ്ഡ് ടു ഇൻസർട്ട് ആൻഡ് ഡെക്കറേറ്റ് ടെക്സ്റ്റ് ഇൻ എ ഡോക്യുമെന്റ് അല്ലേ. അപ്പോൾ അതെന്താണ്, കറക്റ്റ് ആണ്. അപ്പം എന്ത് ചെയ്യുക, അവിടെ ട്രൂ എന്ന് കൊടുക്കുക. അഞ്ചാമത്തെ ആൻസർ എന്താണ്, ട്രൂ. അഞ്ചാമത്തെ ആൻസർ എന്താണ്, ട്രൂ. ഓക്കെ, ഇനി അടുത്ത എന്താണ്, മാച്ച് ദ ഫോളോയിങ് ആണ്. അതായത് ടെക്സ്റ്റ് നോക്കി, ഇവിടെ നമുക്ക് എ ബി എന്ന് പറഞ്ഞ രണ്ട് സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യാം, വായിച്ചതിന് ശേഷം കറക്റ്റ് ആയിട്ടുള്ളത് മാച്ച് ചെയ്യാം. ഫസ്റ്റ് നോക്കിയേ, ടു ഇൻസേർട്ട് ആൻഡ് ആരോ. അപ്പോൾ അതിന്റെ സിമ്പിൾ ഏതാണ്, ആരോ സിമ്പിൾ ഉണ്ടല്ലോ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ. അപ്പൊ അതിന്റെ നേർക്ക് എന്ത് കൊടുക്കുക, ഈ ആരോ സിമ്പിൾ കിടക്കുന്നുണ്ടോ, നിങ്ങൾ സിമ്പിൾ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ നേർക്ക് എന്ത് കൊടുക്കുക, 1 എന്ന് കൊടുക്കുക കേട്ടോ. അപ്പൊ അതിന്റെ നേർക്ക് ഇൻസേർട്ട്, ടു ഇൻസേർട്ട് ആരോ എന്നുള്ളത് കൊടുക്കുക, അവിടെ എന്ത് കൊടുക്കുക, 1 എന്ന് കൊടുക്കുക. അപ്പൊ രണ്ടാമത്തെ ആഡ്
വേർഡ് ആഡ് ടു ദ ഡോക്യുമെന്റ് എന്നുള്ളത് നേർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ആ എ നോട്ടേക്കുന്നുണ്ടോ, അതാണ് രണ്ടാമത്തെ ആൻസർ. അതിന്റെ സിമ്പിൾ അതാണ് കേട്ടോ. വേർഡ് കാറ്റിന്റെ സിമ്പിൾ അതാണ്, വേർഡ് ആർട്ടിന്റെ സിമ്പിൾ അതാണ് കേട്ടോ. അതിന് നേർക്ക് എന്ത് കൊടുക്കാം, 2 എന്ന് കൊടുക്കാം. മൂന്നാമത്തെ നോക്കിയേ, ടു ഡ്രോ എ ടേബിൾ അല്ലേ. ടു ഡ്രോ എ ടേബിൾ നേർക്ക് എന്ത് സിമ്പിൾ കൊടുക്കാം, കോളം കോളം വരച്ചേക്കുന്നുണ്ടോ, അപ്പൊ അതിന് നേർക്ക് എന്ത് കൊടുക്കാം, 3 എന്ന് കൊടുക്കാം. ഇതിന് നേർക്ക് എന്ത് കൊടുക്കാം, 3 എന്ന് കൊടുക്കാം. ടു ഇൻസേർട്ട് എ സർക്കിൾ, എന്താണ് ടു ഇൻസേർട്ട് എ സർക്കിൾ, അപ്പോൾ എന്ത് ചെയ്യാം, അത് 4 കേട്ടോ. സർക്കിൾ ആണല്ലോ മേളിൽ കിടക്കുന്നത്, അപ്പൊ അതിന് നേർക്ക് എന്ത് കൊടുക്കാം, 4 എന്ന് എഴുതുക കേട്ടോ. അടുത്തേക്ക് ടു ഇൻസേർട്ട് എ പിക്ചർ, എന്താണ് ടു ഇൻസേർട്ട് എ പിക്ചർ. അതിന്റെ എന്താണ് പിക്ചറിന്റെ ഒരു സിമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇമേജസിന്റെ ഒരു സിമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന് നേർക്ക് എന്ത് കൊടുക്കുക, 5 എന്ന് കൊടുക്കുക. അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യുക, മാച്ച് ചെയ്യുക. അപ്പൊ 1ന്റെ നേർക്ക് ഇവിടെ 1 എന്ന് കൊടുക്കുക, രണ്ടാമത്തത് ഇവിടെ കൊടുക്കുക, 3 ഇൻസേർട്ട് ടേബിൾ എന്നുള്ളത് ടേബിളെ നേർക്ക് കൊടുക്കുക, 4 ടു ഇൻസേർട്ട് സർക്കിൾ എന്നുള്ളത് ഇവിടെ കൊടുക്കുക, 5 എന്താണ് ടു ഇൻസേർട്ട് പിക്ചർ എന്നുള്ളത് ഇവിടെ കൊടുക്കുക. ഓക്കെ, അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാം, ടെക്സ്റ്റിൽ ഫില്ല് ചെയ്താൽ മതി, നോട്ട്ബുക്കിൽ ചെയ്യണ്ട കേട്ടോ. ഓക്കെ, നമുക്ക് 5ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 5ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് ഡിസൈനിങ് സ്ലൈഡ്സ് ഇൻ എ MS PowerPoint. എന്താണ് ഡിസൈനിങ് സ്ലൈഡ്സ് ഇൻ എ MS PowerPoint. അതായത് MS PowerPointലെ ഡിസൈനിങ് സ്ലൈഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ 5ാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്, ഡിസൈനിങ് സ്ലൈഡ്സ് ഇൻ എ MS PowerPoint എന്നുള്ളതാണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, നോക്കാം. The slides of a presentation may consist of text, graphic, animation, bullets, etc. In this chapter, we will discuss how to design a layout and the background of the slides. അതായത് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്, the slides of a presentation may consist of text, graphics, animation, bullets. അതായത് ഒരു സ്ലൈഡ്സിന്റെ പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ എന്തെല്ലാം ഉൾപ്പെടുന്നതാണ് പ്രസന്റേഷൻ. നമ്മളൊരു സ്ലൈഡ് പ്രസന്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടാം, അതിന്റെ കൺസിസ്റ്റ് ഓഫ് ടെക്സ്റ്റ്, ഗ്രാഫിക്സ് ഉൾപ്പെടാം, ആനിമേഷൻ, ബുള്ളറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടാം അല്ലേ. ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ ഡിസ്കസ് ഹൗ ടു ഡിസൈൻ അല്ലേ, എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് ഒരു സ്ലൈഡിനെ നമ്മൾ എങ്ങനെയാണ്, ഹൗ ടു ഡിസൈൻ ലേഔട്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്ലൈഡ്സ്. അതായത് ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ ഡിസ്കസ് ഹൗ ടു ഡിസൈൻ അല്ലേ, ഡിസൈൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക, അതിന്റെ ലേഔട്ടും പശ്ചാത്തലവും എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്നുള്ളതാണ് അല്ലേ. അതിന്റെ ലേഔട്ടും അതുപോലെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മീൻസ് അതിന്റെ പശ്ചാത്തലവും ഒക്കെ എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് എന്താണ് ഡിസൈനിങ് സ്ലൈഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് വൺ നോക്കി, ഡിസൈനിങ് സ്ലൈഡ്സ് ഇൻ എ മൈക്രോസോഫ്റ്റ് PowerPoint 2010. അതായത് ഇപ്പോഴുള്ള മൈക്രോസോഫ്റ്റ് 2010 യൂസ് ചെയ്യുന്ന ഡിസൈൻ സ്ലൈഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ് ഡിസൈൻ മെനു. എന്താണ് പറയാനായിട്ട് വന്നത്, എന്താണ് ഡിസൈൻ മെനു എന്നത്. ഓക്കെ, ഡിസൈൻ മെനു ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ ഡിസൈൻ, color and font of the slides. It includes page setup, themes and background. അപ്പം ഡിസൈൻസ് മെനു എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഉൾപ്പെടുന്നതാണ്, ഡിസൈനിങ് മെനു ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ ഡിസൈൻ. നമുക്ക് എന്താണ് ഡിസൈൻ ചേഞ്ച് ചെയ്യാൻ കഴിയുന്നു, പിന്നെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ കഴിയുന്നു, പിന്നെ എന്താണ് സ്ലൈഡിന്റെ അല്ലെ ഒരു പേജിന്റെ നമുക്ക് സൈസ് ക്രിയേറ്റ് ചെയ്യാം, അത് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ നമുക്ക് കഴിയുന്നു. പിന്നെയോ ഇറ്റ് ഇൻക്ലൂഡ്സ്, ഇതിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു, പേജ് സെറ്റപ്പ്, അതുപോലെ തീംസ്, ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം ഉൾപ്പെടുത്തിയാണെന്ന് പറയുന്നത് ഡിസൈൻ മെനു എന്ന് പറയുന്നത്. നോക്കിയേ എന്താണ് ഡിസൈൻ മെനു നോക്കിയേ, ദ ഡിസൈൻ മെനു ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ ഡിസൈൻ color, font of the slides. It includes page setup, themes and background. ഇത് ഉൾപ്പെടുന്നതാണെന്ന് പറയുന്നത് ഡിസൈൻ മെനു എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കിയേ, അപ്പൊ അതിനെ തന്നെ നമ്മൾ പറഞ്ഞു ഡിസൈനിങ് മെനുവിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് എന്തൊക്കെയാണ്, അത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു പറഞ്ഞു, പേജ് സെറ്റപ്പ് ആൻഡ് തീംസ്, ബാക്ക്ഗ്രൗണ്ട് എന്ന രീതിയിൽ അത് ആ മെനുവിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇനി എന്താണ് നമ്മൾ പേജ് സെറ്റപ്പ് എന്താണ്, തീംസ് എന്താണ്, ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നാണ് പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ നോക്കി, എന്താണ് പേജ് സെറ്റപ്പ്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഓപ്ഷൻ. പേജ് സെറ്റപ്പ് എന്ന് പറയുന്നത് അതിൽ എന്ത് ഉൾപ്പെടുന്നു, 2
കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് പേജ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഓപ്ഷൻ. ഏതൊക്കെയാണ്? പേജ് സെറ്റപ്പ് ആൻഡ് സ്ലൈഡ് ഓറിയന്റേഷൻ. പേജ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഓപ്ഷൻ. അതിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? പേജ് സെറ്റപ്പ് ആൻഡ് സ്ലൈഡ് ഓറിയന്റേഷൻ. പേജ് സെറ്റപ്പും അതുപോലെ സ്ലൈഡ് ഓറിയന്റേഷനും അതിൽ ഉൾപ്പെടുന്നു. അപ്പം പേജ് സെറ്റപ്പിനെ നമ്മൾ രണ്ടായിട്ട് നമ്മൾ ഇറ്റ് കണ്ടെയ്ൻസ് 2 ഓപ്ഷൻസ്. 2 ഓപ്ഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത്. ഏതൊക്കെയാണ്? പേജ് സെറ്റപ്പ് ആൻഡ് സ്ലൈഡ് ഓറിയന്റേഷൻ. ഇതൊക്കെയാണ് പേജ് സെറ്റപ്പ് ആൻഡ് സ്ലൈഡ് ഓറിയന്റേഷൻ. ഓക്കെ, ഫസ്റ്റ് നോക്കി എന്താണ് പേജ് സെറ്റപ്പ് നോക്കി. എങ്ങനെയാണ് നമുക്ക് പേജ് സെറ്റപ്പ് അല്ലേ, അതിനൊരു എങ്ങനെയാണ് പേജ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നത് കേട്ടോ. അതായത് പേജ് സെറ്റപ്പ് ഹെൽപ്പ് us to change the size of the slide. Some of the slide size are banner, overhead, letter paper and A4 paper. If you want to change the size, you can change the width and height or attributes. അതായത് പേജ് സെറ്റപ്പ് ഹെൽപ്പ് us to എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കി. ടു ചേഞ്ച് ദ സൈസ് ഓഫ് ദ സ്ലൈഡ് അല്ലേ, അതായത് ആ സ്ലൈഡിന്റെ സൈസ് അതിന്റെ നീളം വീതിയില്ലേ അതിന്റെ ആ സൈസ് എന്ത് ചെയ്യാനായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെയോ സം ഓഫ് ദ സ്ലൈഡ്സ് ആർ ബാനർ അല്ലേ, ചില സ്ലൈഡ്സ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ സൈസ് ആർ ബാനർ, overhead, letter paper and A4 paper അല്ലേ. If you want to change the size, you can change width and height attributes അല്ലേ. നമുക്ക് എന്താണ് നീളം വീതി അല്ലേ, സ്ലൈഡ്സിന്റെ നീളം വീതി അതുപോലെയുള്ള അതിന്റെ തലക്കെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചേഞ്ച് വരുത്താനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നു? പേജ് സെറ്റപ്പ് യൂസ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ പറഞ്ഞേ പേജ് സെറ്റപ്പ് ഹെൽപ്പ് us to change the size of the slide. Some of the slides are banner, overhead, letter paper, A4 paper അല്ലേ. If you want to change the size, you can change width and height of attributes. Okay, അപ്പോൾ അതിൻ്റെ ഒരു ഓപ്ഷൻസ് ഇങ്ങനെ ഡിസൈനിങ് മെനുവിൻ്റെ ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ്. പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണോ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് നെക്സ്റ്റ് സെറ്റിംഗ് ബാനറിനെ പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിൽ അതായത് ബാനർ അല്ലേ, സെറ്റപ്പ് ബാനറിന്റെ ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ബാനർ പേജ് കണ്ടോ, വെൽക്കം ടു ബാനർ പേജ് എന്ന് പറയുന്നത് കണ്ടോ, ഫ്രണ്ട് ഇമേജ് ഉണ്ടല്ലോ. ഓക്കെ, അടുത്ത് നോക്കി നമ്മൾ പറയാനായിട്ട് പോകുന്നത് എന്താണ് സ്ലൈഡ് ഓറിയന്റേഷൻ. എന്താണ് സ്ലൈഡ് ഓറിയന്റേഷൻ ആണ്. ഈ സ്ലൈഡ് ഓറിയന്റേഷനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. there are 2 types of slide orientation. 2 type of slide orientation ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പേജ് മെനുവിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തൊക്കെയാണ് പേജ് സെറ്റപ്പ് എന്നും അതുപോലെ എന്താണ് സ്ലൈഡ് ഓറിയന്റേഷൻ അല്ലേ. അതുപോലെ തന്നെ ഈ സ്ലൈഡ് ഓറിയന്റേഷനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. there are 2 types of slide orientation. ഏതൊക്കെയാണ്? ലാൻഡ്സ്കേപ്പ് ആൻഡ് പോർട്രേറ്റ്സ് അല്ലേ. ലാൻഡ്സ്കേപ്പ് മീൻസ് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത് വിച്ച് ഈസ് എ ഡിഫിക്കൽട്ട് ഓറിയന്റേഷൻ ഓഫ് എ സ്ലൈഡ്. അതായത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്ലൈഡ് ഓറിയന്റേഷൻ ആണ് എന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. മറ്റേതെന്താണ്? പോർട്രേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ സ്ലൈഡ് ഓറിയന്റേഷൻ ടാബിന്റെ പിക്ചറോടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലൈഡ് ഓറിയന്റേഷൻ പോർട്രേറ്റിന്റെ പിക്ചറോടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞ പിക്ചറും അതുപോലെ തന്നെ നമുക്ക് പോർട്രേറ്റ് എന്ന് പറയുന്ന പിക്ചർ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം കേട്ടോ. അതുപോലെ സ്ലൈഡ് ഓറിയന്റേഷൻ ലാൻഡ്സ്കേപ്പിന്റെ പിക്ചറോടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അതിലെ തീംസ് ബ്രാക്കറ്റില് ലേഔട്ട്. തീംസും ലേഔട്ടും എന്താണെന്ന് നമ്മൾ പറയാനായിട്ട് നോക്കിയേ. You can change the themes of a slide once in a created. To change the theme of a slide, select any theme of your choice from the drop down list under the themes tab in a designing menu. അതായത് ഒരു സ്ലൈഡ് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അല്ലേ തീം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാറ്റാനായിട്ട് കഴിയും അല്ലേ. ഒരു സ്ലൈഡ് നമുക്ക് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെല്ലാം തീമുകളിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് കഴിയും. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ചേഞ്ച് ദ തീം ഓഫ് യുവർ സ്ലൈഡ്, സെലക്ട് എനി തീം ഓഫ് യുവർ ചോയ്സ് അല്ലേ. ഏത് തീമാണോ നമുക്ക് ആവശ്യം അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് അണ്ടർ ദ തീംസ് ടാബ് ഇൻ എ ഡിസൈൻ മെനു അല്ലേ. അതായത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു തീം തിരഞ്ഞെടുക്കുക അല്ലേ. അതാണ് പറഞ്ഞു നോക്കി. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് അണ്ടർ ദ തീംസ്
ടാബ് ആൻഡ് ഡിസൈനിങ് മെനു. അതിൽ നിന്ന് ഇഷ്ടമുള്ള എന്ത് ചെയ്യുക, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു തീം തിരഞ്ഞെടുത്ത് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അതിലെ തീമിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ തീംസ് ഓർ ലേ ഔട്ട് വരെ നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് തീംസ് ആൻഡ് ലേ ഔട്ട് നോക്കി. യു ക്യാൻ ചേഞ്ച് ദ തീംസ് ഓഫ് സ്ലൈഡ്സ് ഓൺ സീറ്റ്സ് ക്രിയേറ്റഡ്. ടു ചേഞ്ച് ദ തീംസ് ഓഫ് എ സ്ലൈഡ്സ്, സെലക്ട് എനി തീംസ് ഓഫ് യുവർ ചോയ്സ് ഫ്രം ദ ഡ്രോപ്പ് down list under the themes tab in a design menu. അതായത് you can change the themes of slides in a once it's created. അതായത് നമുക്ക് എന്താണ് സ്ലൈഡ് സൃഷ്ടിച്ച് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു സ്ലൈഡ് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ തീമിൽ നമുക്ക് ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് ചേഞ്ച് വരുത്തുന്നത് നോക്കിയേ. സെലക്ട് എനി തീം ഓഫ് യുവർ ചോയ്സ് അല്ലേ, നമുക്ക് ഇഷ്ടമുള്ള എന്ത് ചെയ്യുക, തീം സെലക്ട് ചെയ്യാൻ ചോയ്സ് ഫ്രം ദ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് അണ്ടർ ദ തീംസ്. എവിടെ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു തീം തിരഞ്ഞെടുക്കുക. അപ്പൊ എങ്ങനെയൊക്കെ, സെലക്ട് എനി തീം ഓഫ് യുവർ ചോയ്സ് ഫ്രം ദ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് അണ്ടർ ദ തീംസ് ടാബ് ഇൻ എ ഡിസൈനിങ് മെനു. ഡിസൈനിങ് മെനുവിൽ നിന്ന് ഏതെങ്കിലും എന്ത് ചെയ്യാം, തീം നമ്മൾ സെലക്ട് ചെയ്യും. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീമിൽ ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്താണ് ഡിസൈനിങ് സ്ലൈഡ്സ് എന്നാണ്. അതായത് ദ സ്ലൈഡ്സ് ഓഫ് പ്രസന്റേഷൻ മെയിൻ കൺസിസ്റ്റ് ഓഫ് ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, animations, bullets, etc. In this chapter, we will discuss how to design layout and background of the slides. അല്ലേ, അതിന്റെ ലേഔട്ടും പശ്ചാത്തലം എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്നാണ് നമ്മൾ ഈ പാഠത്തിൽ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഡിസൈനിങ് മെനു എന്താണ്. ഡിസൈനിങ് മെനു ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ ഡിസൈൻ, കളർ ആൻഡ് fonts of the slides. It includes page setup and themes and background. പിന്നെ നമ്മൾ പറഞ്ഞു പേജ് സെറ്റപ്പിനെ വീണ്ടും നമ്മൾ contains two options. ഏതൊക്കെയാണ്, പേജ് സെറ്റപ്പ് ആൻഡ് സ്ലൈഡ് ഓറിയന്റേഷൻ. പേജ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ പേജ് സെറ്റപ്പ് help us to change the size of the slide. അല്ലേ, some of the size are banner, overhead, letter paper, A4 paper. If you want to change the size, you can change the width and height attributes. Next നമ്മൾ പറഞ്ഞ slide orientation. slide orientation നമ്മൾ പറഞ്ഞു വീണ്ടും അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. There are two types of orientation. ഏതൊക്കെയാണ്, ലാൻഡ്സ്കേപ്പ് ആൻഡ് പോർട്രേറ്റ്. ഏതൊക്കെയാണ്, ലാൻഡ്സ്കേപ്പ് എന്നും പോർട്രേറ്റും. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ് തീംസ് ലേഔട്ട് എന്നാണ്. അതായത് യു ക്യാൻ ചേഞ്ച് ദ തീംസ് ഓഫ് സ്ലൈഡ്സ് ഇൻ എ once it's created. To change the themes of the slides, select any themes of your choice from the drop down list under the themes tabs in the design menu. Okay, അപ്പോൾ എന്താണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ തീംസ് വരെ എന്ത് ചെയ്യുക, എല്ലാവരും ടെക്സ്റ്റ് റീഡ് ചെയ്യുക. അതുപോലെ നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്ന് ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻ ആൻസർ ടീച്ചർ ഈ വീഡിയോയുടെ കൂടെ അയക്കും. അത് നന്നായിട്ട് പാഠത്തിൻ്റെ പേര് എഴുതിയതിനു ശേഷം നോട്ട്സ് എഴുതുക. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് നമ്മൾ പഠിപ്പിച്ച അതായത് തീംസ് ഓർ ലേഔട്ട് വരെ നന്നായിട്ട് ടെക്സ്റ്റ് റീഡ് ചെയ്യുക കേട്ടോ. അതുപോലെ ട്രൂ ഓഫ് ഫാൾസ് ടെക്സ്റ്റിൽ ഫില്ല് ചെയ്താൽ മതി, നോട്ട്ബുക്കിൽ ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ടീച്ചറിന് എടുക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ദീപാവലി എന്ന് പറയുന്ന പാഠത്തിന്റെ എക്സസൈസ് ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ കുറെ എന്ത് പഠിച്ചു, ഹിന്ദി വേർഡ്സും അതിന്റെ ഇംഗ്ലീഷ് മീനിങ്സും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? പഠിച്ചില്ല എല്ലാവരും? ടീച്ചർ പഠിപ്പിച്ചു, നിങ്ങളതെല്ലാം കാണാതെ പഠിച്ചില്ല നന്നായിട്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന എക്സസൈസ് അല്ലേ? അപ്പൊ നിങ്ങളത് ചെയ്തോ? അത് നിങ്ങൾ സ്വന്തമായിട്ട് ആ വേർഡ്സ് വായിച്ച് നോക്കിയിട്ട് ഓൾറെഡി പഠിച്ച മീനിങ്സ് ആണ് അതവിടെ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യാൻ ആരെങ്കിലും ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെഴുതരുത്, കാണാതെ വാക്ക് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരുന്നതനുസരിച്ച് അതവിടെ പെൻസിലുണ്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്ന് അവിടെ തന്നിരിക്കുന്ന ആൻസേഴ്സുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ ओके देन नेक्स्ट നോക്കിക്കേ, निम्नलिखित प्रश्नों के उत्तर दीजिए. അതായത് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ
ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ദീപാവലി ക്യാ ലേക്കർ ആയി ഹൈ അല്ലെ, എന്താണ് ദീപാവലി കൊണ്ടുവരുന്നത് അല്ലെ? ദീപാവലി വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ എന്ത് വരും എന്നാണ് നമ്മൾ പറഞ്ഞത്? ദീപാവലി വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിലും വിഷമങ്ങളൊക്കെ പോയിട്ട് സന്തോഷം വന്നു ചേരും എന്നാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ അവിടെ എന്താ ക്വസ്റ്റ്യൻ? ദീപാവലി ക്യാ ലേക്കർ ആയി ഹൈ. ആൻസർ നോക്കിയേ, ദീപാവലി ഖുഷിയാ ലേക്കർ ആയി ഹൈ അല്ലെ? എല്ലാവരുടെയും മനസ്സിൽ ദീപാവലി എന്ത് കൊണ്ടുവരും? ഖുഷിയാം, സന്തോഷം കൊണ്ടുവരും. അപ്പൊ ആൻസർ എന്താ നോക്കി ഇവിടെ കാണിക്കുന്നുണ്ട്. ദീപാവലി ഖുഷിയാ ലേക്കർ ആയി ഹൈ. ദീപാവലി എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം കൊണ്ടുവരുന്ന ഒരു ആഘോഷം ആണ്. എഴുതിയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദീപാവലി ക്യാ ഭക്തി ഹൈ അല്ലെ? ദീപാവലി എന്താണ് മുന്നോട്ട് നയിക്കുന്നത്? ദീപാവലി എന്ന് പറയുന്നത് എന്താണ്? ദുഃഖങ്ങൾ എല്ലാം മാറ്റി എന്ത് ചെയ്യും? ദുഃഖങ്ങൾ എല്ലാം അകറ്റി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ആഘോഷമായിട്ടാണ് ദീപാവലി. അതായത് മനസ്സിൽ സന്തോഷം കൊണ്ടുവരുന്നു എന്നാണ് അർത്ഥം. ആൻസർ എന്താ നോക്കിയേ? ദീപാവലി സാരെ ദുഃഖക്കെ ഭക്തി ഹേ അല്ലെ? അതായത് ദുഃഖങ്ങൾ എല്ലാം അകറ്റി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ആഘോഷം. എല്ലാം മറന്ന് അല്ലെ, എല്ലാ ദുഃഖങ്ങളും എല്ലാം മറന്ന് നമ്മളെ സന്തോഷത്തോടു കൂടി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നാണ് എന്ത്? ദീപാവലി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദീപാവലി കെ ദിൻ ക്യാ ക്യാ സജാത്തെ ഹൈ അല്ലെ? അതായത് ദീപാവലി വരുമ്പോൾ നമ്മുടെ വീടുകളിലും അല്ലെ എന്തെല്ലാം അല്ലെ, എന്നുവെച്ചാൽ ദീപാവലി വരുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരുക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു നമ്മുടെ വീട് അല്ലെ, നമ്മുടെ വീടിന്റെ എന്താണ് മുന്നുള്ള അല്ലെ ഫ്രണ്ട് സ്ഥലവും അതുപോലെ എല്ലാം നമ്മൾ എന്ത് ചെയ്യും? വിളക്കുകളൊക്കെ വെച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യും? അലങ്കരിക്കും അല്ലെ? എല്ലായിടവും പ്രകാശത്തോടു കൂടി നല്ല ശോഭയോട് കൂടിയായിരിക്കും ഇരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ക്വസ്റ്റ്യൻ, ദീപാവലി കെ ദിൻ ക്യാ ക്യാ സജാത്തെ ഹൈ അല്ലെ? ദീപാവലി എന്തെല്ലാം, ദീപാവലിക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാമാണ് ചെയ്യുന്നതെന്ന്. ആൻസർ നോക്കിയേ, ദീപാവലി കെ ദിൻ ഘർ ആംഗൻ ചൗക്കെ സജാത്തെ ഹൈ അല്ലെ? ദീപാവലി വരുമ്പോൾ നമ്മുടെ വീടുകളും നമ്മുടെ മുറ്റങ്ങളും അല്ലെ, നമ്മുടെ ജനലുകളും അല്ലെ, വാതിലുകളും എല്ലാം നമ്മൾ എന്ത് ചെയ്യും? വിളക്കുകളും പൂക്കളും ഒക്കെ കൊണ്ട് നന്നായിട്ട് അലങ്കരിക്കും അല്ലെ? ആൻസർ ദീപാവലി കെ ദിൻ ഘർ ആംഗൻ ചൗക്കെ സജാത്തെ ഹൈ. 3 ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. നാലാമത്തേത്, ദീപാവലി കെ ദിൻ ബच्चे क्या खाते हैं അല്ലെ? ദീപാവലി ആകുമ്പോൾ കുട്ടികൾ എന്തെല്ലാമാണ് കഴിക്കുന്നത് അല്ലെ? ഖാത്തെ എന്തൊക്കെയാണ് കുട്ടികൾ കഴിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ദീപാവലി കെ ദിൻ ബच्चे ഹൽവ और सब मिठाइयां खाते हैं അല്ലെ? ദീപാവലി ആകുന്ന ദിവസങ്ങൾ എന്ത് ചെയ്യും? കുട്ടികൾ ഹൽവ അല്ലെ? ഹൽവ അറിഞ്ഞൂടെ? നല്ല മധുരമുള്ള അപ്പൊ ഹൽവ, അതുപോലെ നല്ല മധുരമായിട്ടുള്ള മിഠായി അല്ലെ, സ്വീറ്റ്സ്, ഇതൊക്കെയാണ് കുട്ടികൾ. ലഡുവും ജിലേബിയും അല്ലെ, അതൊക്കെ അങ്ങനെയുള്ള നല്ല പേടയൊക്കെ ഉണ്ടല്ലോ, പേട മധുരം. അപ്പൊ അങ്ങനെയുള്ള മധുര പലഹാരങ്ങളാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? കഴിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദീപാവലി കെ ദിൻ ബच्चे क्या पहनते हैं അല്ലെ? അതായത് ദീപാവലി ആകുമ്പോൾ കുട്ടികളൊക്കെ അല്ലെങ്കിൽ കുട്ടികളെ മുതിർന്നവരൊക്കെ അല്ലെ എന്താണ് ധരിക്കുന്നത്? എന്താണ് അവര് ഇടുന്നത്? വസ്ത്രം. എന്താണ് ആൻസർ? ദീപാവലി കെ ദിൻ ബच्चे നയ പോഷക് പഹനते हैं അല്ലെ? ദീപാവലി ആകുമ്പോൾ കുട്ടികൾ എല്ലാവരും എന്താണ്? പുതിയ നല്ല നല്ല വസ്ത്രങ്ങൾ എന്ത് ചെയ്യുന്നു? ധരിക്കുന്നു. എല്ലാവരും പുതിയ ഉടുപ്പുകളൊക്കെ ഇട്ട് നല്ല രസത്തോടു കൂടി കാണാൻ ഒരുങ്ങി അല്ലെ, നല്ല കളർഫുൾ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എല്ലാവരും നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ 5 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ എഴുതിയിരിക്കുന്നതൊക്കെ ഒന്ന് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദീപാവലി ക്യാ ലേക്കർ ആയി ഹൈ അല്ലെ? ദീപാവലി എന്താണ് കൊണ്ടുവരുന്നത്? ആൻസർ ദീപാവലി ഖുഷിയാ ലേക്കർ ആയി ഹേ. ദീപാവലി എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം കൊണ്ടുവരും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദീപാവലി ക്യാ ഭക്തി ഹൈ? ദീപാവലി എന്താണ് നമ്മളെ മുന്നോട്ട്? ദീപാവലി എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ എന്താണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്? എങ്ങനെയാണ് നമ്മളെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അല്ലെങ്കിൽ ദീപാവലി ദിവസം നമ്മൾ എങ്ങനെയാണ് എന്ത് ചെയ്ത് നടക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് ആ ദീപാവലിയുമായിട്ട് ആഘോഷിക്കുന്നത്? അങ്ങനെ പല അർത്ഥങ്ങളും ഉണ്ട്. ആൻസർ എന്താണ്? ദീപാവലി സാരേ ദുഃഖേ ഭഗത്തി ഹേ. അതായത് ദീപാവലി ആവുമ്പോൾ എന്താണ്? ദുഃഖങ്ങളെല്ലാം അകറ്റി നല്ല സന്തോഷത്തോടു കൂടി നമ്മളെ മുന്നോട്ട് നയിക്കുന്നു.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദീപാവലി കെ ദിൻ ക്യാ ക്യാ സജാത്തെ ഹൈ. ദീപാവലി ആകുമ്പോൾ നമ്മൾ എന്തെല്ലാം ഒരുക്കങ്ങളാണ് ചെയ്യുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്? ആൻസർ എന്താണ്? ദീപാവലി കെ ദിൻ ഘർ ആംഗൻ ചൗക്കെ സജാത്തെ ഹേ. അല്ലെ ദീപാവലി ആകുമ്പോൾ നമ്മൾ നമ്മുടെ വീടും അല്ലെ മുറ്റവും അല്ലെ അതുപോലെ തന്നെ എന്താണ് നടുമുറ്റം അല്ലെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലെ ആവശ്യമുണ്ട്. അപ്പൊ നടുമുറ്റം വാതിലും ജനലും ഒക്കെ നമ്മൾ വിളക്കുകളും അതുപോലെ നല്ല നല്ല പൂക്കളും ഒക്കെ കൊണ്ട് എന്ത് ചെയ്യും? അലങ്കരിക്കും. നാലാമത്തെ ക്വസ്റ്റ്യൻ ദീപാവലി കെ ദിൻ ബച്ചേ ക്യാ ഖാത്തെ ഹൈ. ദീപാവലി ആകുമ്പോൾ കുട്ടികൾ എന്തൊക്കെയാണ് കഴിക്കുന്നത്? എന്തൊക്കെയാണ്? ദീപാവലി കെ ദിൻ ബച്ചേ ഹലുവ ഓർ സബ് മിഠായിയാ ഖാത്തെ ഹൈ. അല്ലെ ദീപാവലി ആകുമ്പോൾ കുട്ടികൾ ഹലുവ അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ മിഠായിയും അങ്ങനെയുള്ള സ്വീറ്റ്സ് അല്ലെ മധുര പലഹാരങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. ലാസ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ദീപാവലി കെ ദിൻ ബച്ചേ ക്യാ പഹൻതെ ഹൈ. അല്ലെ ദീപാവലി ആകുമ്പോൾ കുട്ടികളൊക്കെ എന്താണ് ധരിക്കുന്നത്? അല്ലെ എന്താണ്? ദീപാവലി കെ ദിൻ ബച്ചേ നയാ പോസക് പഹൻതെ ഹൈ. ദീപാവലി ആകുമ്പോൾ എല്ലാ കുട്ടികളും പുതിയ പുതിയ നല്ല നല്ല വസ്ത്രങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ധരിക്കുന്നത്. ഓക്കെ, എല്ലാവരും എഴുതിയിരിക്കുന്നത് കറക്റ്റ് അല്ലേ? ഓക്കെ, ദെൻ ഇനി അടുത്തത് ഖാലി ജഹർ ഭരിയേ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അല്ലേ നോക്കിയേ, ദീപാവലി ഡാഷ് ലേക്കർ ആയി. അല്ലെ ദീപാവലി എന്താണ് കൊണ്ടുവരുന്നത്? എന്താണ് കൊണ്ടുവരുന്നത്? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു. ദീപാവലി ഡാഷ് ലേക്കർ ആയി ഹേ. ആൻസർ എന്താണ്? ആൻസർ ഖുഷിയാം. ദീപാവലി സന്തോഷമാണ് എന്ത് ചെയ്യുന്നത്? കൊണ്ടുവരുന്നത്. ഖുഷിയാം. ആൻസർ ഖുഷിയാം, സന്തോഷം. ദീപാവലി സന്തോഷം കൊണ്ടുവരും. എഴുതിയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദീപാവലി കെ ദിൻ ഡാഷ് വജൻ പൂരെ ഹോത്തെ ഹൈ. അല്ലെ അതായത് ദീപാവലി ആകുമ്പോൾ എന്താണ് നമ്മളുടെ ശരീരവും മനസ്സും അതുപോലെ തന്നെ എന്താണ് എല്ലാം നമ്മളുടെ സന്തോഷത്താൽ അല്ലെ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുന്ന വാക്കുകളാണെങ്കിലും നമ്മൾ പറയുന്ന പ്രവൃത്തികളാണെങ്കിലും ഒക്കെ എങ്ങനെയാണ് നിറവേറ്റപ്പെടുന്നത്? എന്താണ് എങ്ങനെയാണ്? ആൻസർ തൻ മൻ അല്ലെ നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ വാക്കുകളും എല്ലാം എന്താണ്? നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യും, നല്ല കാര്യങ്ങൾ മാത്രം കാണും അല്ലെ, നല്ല കാര്യങ്ങൾ മാത്രം പറയും അല്ലെ. അതായത് ദീപാവലി ആകുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്, ആരുടെ മനസ്സിലും തിന്മയും അങ്ങനെയൊന്നുമില്ല. അപ്പൊ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ആഘോഷിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഒരുപോലെ നല്ല സന്തോഷത്തോടെ ആഘോഷിക്കുന്നതുകൊണ്ട് നമ്മുടെ മനസ്സും ശരീരവും വാക്കുകളും ഒക്കെ എന്തായിരിക്കും? നല്ലതായിരിക്കും. നമ്മൾ എന്ത് ചെയ്താലും നല്ല പ്രവൃത്തികൾ മാത്രമേ അപ്പോൾ ചെയ്യത്തുള്ളൂ. അപ്പൊ ആൻസർ ദീപാവലി കെ ദിൻ, ദീപാവലി സമയം തൻ മൻ അല്ലെ തൻ മൻ മനസ്സും അതുപോലെ നമ്മുടെ ശരീരവും അതുപോലെ വചൻ അവിടെ ഉണ്ട്, വാക്കുകളും എല്ലാം എന്തായിരിക്കും? നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും ചെയ്യുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ബച്ചേ ഡാഷ് പഹൻതെ ഹൈ. കുട്ടികൾ എങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്? എല്ലാവരും നല്ല പുതിയ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു. ആൻസർ എന്താണ്? ബച്ചേ നയി പോസക് അല്ലെ നയി പോസക് പുതിയ വസ്ത്രം ധരിക്കുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ സബ് ബാലക് ഡാഷ് രഹേ ഹൈ. അല്ലെ കുട്ടികളൊക്കെ എന്താണ് ചെയ്യുന്നത്? കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികളെല്ലാം ഒരുമിച്ച് നിന്ന് കളിക്കുകയാണ് അല്ലെ. അപ്പൊ ആൻസർ ഹേ കളിക്കുകയാണ്. കുട്ടികൾ ഒരുമിച്ച് എന്ത് ചെയ്യുന്നു? കളിക്കുന്നു. ഹേ. അടുത്ത ക്വസ്റ്റ്യൻ ദീപാവലി കെ ദിൻ ഡാഷ് കർ ദൂർ ചമക് രഹേ ഹൈ. അല്ലെ ദീപാവലി ദിവസം നമ്മുടെ വീടിന്റെ എന്താണ് എവിടാണ്? നമ്മൾ പറഞ്ഞു ദീപാവലി ദിവസം നമ്മുടെ വീടിന്റെ നടുമുറ്റം അല്ലെ മുറ്റം എന്താണ്? ഒരുപാട് വിളക്കുകൾ ഇങ്ങനെ ഒന്നിനു പുറമെ ഒന്നായിട്ട് ഇങ്ങനെ നമ്മൾ കത്തിച്ച് വെച്ച് നല്ല 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 ഭംഗിയായിരിക്കും കാണാന്ന് പറഞ്ഞല്ലേ. അപ്പൊ എവിടാണ് നമ്മുടെ വീടിന്റെ നടുമുറ്റം അല്ലെ? ആൻസർ എന്താണ്? ആംഗൻ അല്ലെ നടുമുറ്റം. ആംഗൻ എഴുതിയോ? ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ദീപാവലി ആൻസർ ഖുഷിയാ ലേക്കർ ആയി ഹേ. അല്ലെ ദീപാവലി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം കൊണ്ട് വരുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദീപാവലി കെ ദിൻ തൻ മൻ വചൻ പൂരെ ഹോത്തെ ഹൈ. ദീപാവലി ദിവസം നമ്മുടെ ശരീരവും മനസ്സും വാക്കുകളും എല്ലാം നല്ല കാര്യങ്ങൾ നല്ലത് മാത്രമായിരിക്കും ചെയ്യുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ബച്ചേ നയെ പോസക് പഹൻതെ ഹൈ. കുട്ടികൾ എല്ലാവരും പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു.
നാലാമത്തത് സബ് ബാലക ഖേൽ രഹേ ഹൈ, കുട്ടികളൊക്കെ എന്താണ് എല്ലാവരും ഒരുമിച്ച് നിന്ന് കളിക്കുന്നു. 5 ദീപാവലി കെ ദിൻ ആംഗൻ ഘർ ചമക്തേ ഹൈ, അല്ലെ ദീപാവലി ദിവസം എന്താണ് നമ്മുടെ വീടിന്റെ നടുമുറ്റം അല്ലെ മുറ്റം അല്ലെ നമ്മുടെ ഫ്രണ്ടിൽ അല്ലെ ആ മുറ്റം ഒരുപാട് വിളക്കുകളും പൂക്കളും ഒക്കെ വെച്ച് നമ്മൾ നന്നായിട്ട് അലങ്കരിക്കുന്നു. അടുത്തത് ഉൾട്ടേ അർത്ഥ വാലെ ശബ്ദ ലഗിയേ അല്ലെ റൈറ്റ് ദ ഓപ്പോസിറ്റ് വേർഡ്സ് ഓഫ് ദി ഫോളോയിങ്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ, ഖുഷി. ഖുഷി അല്ലെങ്കിൽ ഖുഷി എന്നത് സന്തോഷം അല്ലെ. അപ്പൊ സന്തോഷം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ദുഃഖം അല്ലെ. അപ്പൊ ആൻസർ എന്താണ് അവിടെ? ദുഃഖ്. ഖുഷ് എന്ന് പറഞ്ഞാൽ ദുഃഖ്. സെക്കൻഡ് ബഹുത്ത്. ബഹുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് അല്ലെ, ധാരാളം അല്ലെ. അപ്പോ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? കുറച്ച് അല്ലെ. അപ്പൊ എന്താണ്? കം. പിന്നെ അടുത്തത് എന്താണ്? നയ അല്ലെ. നയ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയത് അല്ലെ. അപ്പൊ പുതിയത് എന്നുള്ളതിന്റെ വിപരീത പദം എന്തായിരിക്കും? പഴയത് അല്ലെ. അപ്പൊ ആൻസർ എന്താണ്? നയ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? പരാന. പഴയത്. അടുത്തത് അവിടെ സുന്ദർ. അവിടെ സുന്ദർ എന്നാണ് കേട്ടോ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് അവിടെ കറക്റ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് നോക്കി എഴുതുക കേട്ടോ. സുന്ദർ എന്ന് പറഞ്ഞ എന്താണ്? മനോഹരമായിട്ടുള്ളത് അല്ലെ. അപ്പം അതിന്റെ വിപരീത പദം എന്തായിരിക്കും? അത്ര മനോഹരമല്ലാത്ത അല്ലെ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ബദ്സൂരത്. അത്ര മനോഹരമല്ലാത്തത് അല്ലെ. ബദ്സൂരത്. അടുത്തത് ആദർ എന്ന് പറഞ്ഞാൽ ബഹുമാനം അല്ലെ. റെസ്പെക്ട്, ബഹുമാനം. അപ്പൊ അതിന്റെ വിപരീത പദം എന്താണ്? ബഹുമാനമില്ലാത്തത് അല്ലെ. എന്താണ്? അനാദർ അല്ലെ. ബഹുമാനം ഇല്ലാത്തത്. അടുത്തത് അന്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ. നമ്മുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഉള്ളിലാണെന്ന് പറയത്തില്ലേ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? പുറമെ അല്ലെ. എന്താണ്? ബാഹർ. പുറമെ, പുറത്ത്. ബാഹർ. അടുത്തത് ആന എന്ന് പറഞ്ഞ എന്താണ്? വരുക അല്ലെ. വരുക എന്നുള്ളതാണ് ആന. അപ്പോ വരുക എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? പോവുക. അതായത് എന്താണ്? ജാന. ആന എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് ജാന. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് അവിടെ ബഹുത്തും അതുപോലെ തന്നെ ദുഃഖ്. അത് രണ്ടും നമ്മൾ ആദ്യമേ പഠിച്ചു അല്ലെ. ദുഃഖ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ ഖുഷ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ പഠിച്ചല്ലേ. സന്തോഷം, സങ്കടം. അപ്പൊ അത് നമ്മൾ അവിടെ പഠിച്ചു. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ എഴുതണ്ട. അവിടെ 7 വേർഡ്സ് ഈ പറഞ്ഞിരിക്കുന്നത് അങ്ങ് എഴുതിയാൽ മതി. ഒന്നുകൂടെ ആദ്യമായിട്ട് പറയാം. ആദ്യത്തേത് ഖുഷ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ദുഃഖ്, സന്തോഷം, സങ്കടം. അടുത്തത് ബഹുത്ത്, ഒരുപാട്, വലുത്. ഇത് കുറച്ച് അല്ലെ. കുറച്ച് അല്ലെങ്കിൽ ചെറുത്. പിന്നെ നയ എന്ന് പറഞ്ഞാൽ പുതിയത്. അതിന്റെ ഓപ്പോസിറ്റ് പരാന, പഴയത്. പിന്നെ സുന്ദർ എന്നാണ് കേട്ടോ. സുന്ദർ എന്നുള്ളതെന്ന് വെച്ചാൽ മനോഹരമായിട്ടുള്ള. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് മനോഹരമല്ലാത്ത അല്ലെ. അപ്പം ബദ്സൂരത്. സുന്ദർ എന്നുള്ളതിന്റെ സൈഡ് അതായത് ചിഹ്നം ഉണ്ട്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. അത് നോക്കി അതുപോലെ എഴുതണേ, തെറ്റിക്കല്ലേ. പിന്നുള്ളത് ആദർ എന്ന് പറഞ്ഞാൽ ബഹുമാനം അല്ല, റെസ്പെക്ട്. അതിന്റെ ഓപ്പോസിറ്റ് ബഹുമാനമില്ലാത്തത്. അപ്പൊ എന്താണ്? അനാദർ. അടുത്തത് അന്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ. അപ്പൊ അതെന്താണ്? പുറമെ അല്ലെ. അതെന്താണ്? ബാഹർ. പിന്നെ ആന, വരുക എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് പോകുക. അതായത് ജാന. ഇനി അടുത്തത് പറയുന്നത് വാക്യമേ പ്രയോഗ കീജിയെ. വാക്യത്തിൽ പ്രയോഗിക്കാനുള്ളതാണ് പറയുന്നത്. ആദ്യത്തേത് ഖുഷി അല്ലെ. ഖുഷി എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം, ഹാപ്പിനെസ് അല്ലെ. അപ്പൊ അത് വെച്ചിട്ടുള്ള സെന്റൻസ് നോക്കി ഇവിടെ പറയുന്നുണ്ട്. ഹം ഖുഷി ഖേലത്തെ ഹൈ അല്ലെ. ഞങ്ങൾ സന്തോഷത്തോടു കൂടി എന്ത് ചെയ്യുകയാണ്? കളിക്കുകയാണ് അല്ലെ. നമുക്ക് കളിക്കാൻ ഭയങ്കര സന്തോഷമായിരിക്കും നിങ്ങൾക്കൊക്കെ അല്ലയോ. അപ്പം ആ കുട്ടികൾ പറയാണ് ഹം ഖുഷി ഖേലത്തെ ഹൈ. ഞങ്ങൾ എന്താണ്? വളരെ സന്തോഷത്തോടു കൂടി നിന്ന് കളിക്കുകയാണ്. ഖുഷി എന്നുള്ളതിന്റെ സെന്റൻസ് ആണ് പറയുന്നത്. ഹം ഖുഷി ഖേലത്തെ ഹൈ. രണ്ടാമത്തേത് വചൻ എന്ന് പറഞ്ഞ എന്താണ്? വാഗ്ദാനം. നമ്മൾ പറയത്തില്ലേ വചൻ എന്ന് പറഞ്ഞ എന്താണ്? വാഗ്ദാനം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്? പ്രോമിസ്. നമ്മൾ ഒരാൾക്ക് ഉറപ്പ് കൊടുക്കുന്നു അല്ലെ. നമ്മൾ
വാഗ്ദാനം, അതാണ് എന്ത് വചൻ. അപ്പൊ അതിന്റെ സെന്റൻസ് നോക്കി, ഹമേ അപ്നെ വചൻ പൂരാ കർണ ഹൈ, അല്ലെ നമ്മളുടെ വാഗ്ദാനം നമ്മൾ എപ്പോഴായാലും എന്ത് ചെയ്യണം, നിറവേറ്റണം. അതായത് നമ്മളിപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൊടുക്കാമെന്നോ ഒക്കെ പറയുകയാണെങ്കിൽ ആ വാഗ്ദാനം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നിറവേറ്റണം. അതെപ്പോഴും നമ്മൾ പാലിക്കണം. അപ്പോൾ ഹമേ അപ്നെ അപ്ന വചൻ പൂരാ കർണ ഹൈ, നമ്മൾ എന്താണ്, നമ്മൾ കൊടുത്തിട്ടുള്ള വാഗ്ദാനം എപ്പോഴും നിറവേറ്റണം. അടുത്തൊരു സുന്ദർ. സുന്ദർ എന്ന് പറഞ്ഞ എന്താണ്, മനോഹരമായിട്ടുള്ള, അല്ലെ ബ്യൂട്ടിഫുൾ. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്, ഭാരത ഏക സുന്ദർ ദേശ് ഹേ, നമ്മുടെ ഭാരതം വളരെ സുന്ദരമായിട്ടുള്ള ഒരു രാജ്യം, അല്ലെ നമ്മുടെ ഭാരതം എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരമായിട്ടുള്ളതാണ്, അല്ലെ കാണാൻ വളരെ ഭംഗിയുള്ളതാണ്. അടുത്തത് നയ. നയ എന്ന് പറഞ്ഞ എന്താണ്, പുതിയത്, അല്ലെ ന്യൂ, പുതിയത്. എന്താണ് നോക്കിയേ, ഹം ദീപാവലി ആനെ പർ നയ പോസക് പഹൻതെ ഹൈ, ദീപാവലി വന്നെത്തുമ്പോൾ നമ്മളെല്ലാം എന്ത് ചെയ്യും, പുതിയ പുതിയ നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു, അല്ലെ. അപ്പൊ നയ എന്ന് പറഞ്ഞാൽ പുതിയത് എന്നാണ്, അല്ലെ. അപ്പോ ദീപാവലി വരുമ്പോൾ നമ്മളെല്ലാവരും എന്താണ്, പുതിയ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു. അടുത്തത് മനോഹർ. മനോഹരമായിട്ടുള്ള, മനോഹർ എന്താണ്, ദീപാവലി ഏക് മനോഹർ ത്യോഹാർ ഹൈ, ദീപാവലി എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു ആഘോഷം ആണ്. മനോഹർ, ദീപാവലി ഏക് മനോഹർ ത്യോഹാർ ഹൈ, ദീപാവലി എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു ആഘോഷം ആണ്. എത്തിയോ? അപ്പൊ അത് 5 എണ്ണമാണ്. ഒന്നുകൂടി പറയാം. ആദ്യം പറഞ്ഞത് ഖുഷി, ആൻസർ ഹം ഖുഷി ഖുഷി കേൾത്തെ ഹൈ, അല്ലെ എന്താണ്, ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി കളിക്കുകയാണ്. രണ്ടാമത്തത് വചൻ, വാഗ്ദാനം, ഹമേ അപ്ന വചൻ പൂരാ കർണ ഹൈ, നമ്മൾ നമ്മുടെ വാഗ്ദാനം എപ്പോഴും എന്ത് ചെയ്യണം, നിറവേറ്റണം. അടുത്തത് സുന്ദർ. സുന്ദർ എന്താണ്, ഭാരതേക സുന്ദർ ദേശ് ഹേ, നമ്മുടെ ഭാരതം വളരെ സുന്ദരമായിട്ടുള്ള ഒരു ദേശമാണ്. പിന്നെ നയ, പുതിയത്, ഹം ദീപാവലി ആനെ പർ നയ പോസക് പഹൻതെ ഹൈ, ദീപാവലി എത്തിച്ചേരുമ്പോൾ നമ്മൾ എപ്പോഴും പുതിയ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു. അടുത്തത് മനോഹർ, മനോഹരമായിട്ടുള്ള, ദീപാവലി ഏക് മനോഹർ ത്യോഹാർ ഹൈ, ദീപാവലി വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉത്സവം അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ആഘോഷം ആണ്. ഓക്കെ, ഇത്രയായപ്പോൾ നമ്മുടെ ദീപാവലി എന്നുള്ള ഒരു പാഠം അവിടെ കഴിഞ്ഞു, അല്ലേ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആൻസർ, പിന്നെ അതുപോലെ എന്താണ് ഫില്ലപ്പ്, അതുപോലെ ഓപ്പോസിറ്റ് വേർഡ്സ്, അതുപോലെ സെന്റൻസ് മേക്കിംഗ്, മേക്കിംഗ് സെന്റൻസ്, ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇത്രയും നിങ്ങൾ ആദ്യം ടെക്സ്റ്റ് ബുക്ക് ഫില്ല് ചെയ്യാനുള്ളതിനാൽ ടെക്സ്റ്റ് ബുക്ക് ഫില്ല് ചെയ്യുക. അതിനുശേഷം പിന്നെ നോട്ടിനകത്തോട്ട് മാറ്റുക. പിന്നെ ഈ മീനിങ്സും ഈ ഓപ്പോസിറ്റ് വേർഡ്സും സെന്റൻസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ നിങ്ങളുടെ ഹിന്ദി കോപ്പിറൈറ്റിംഗ് ബുക്കിനകത്തോട്ട് 5 ടൈംസ് വെച്ചിട്ട് എഴുതി പഠിച്ച് ടീച്ചർക്ക് സെൻഡ് ചെയ്ത് തരണം. ഇന്ന് വീഡിയോ കണ്ടാൽ നാളെ, അല്ലെ നാളെ അതിനപ്പുറം അങ്ങോട്ട് പോകരുത്. നാളെ തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും ആ 5 ടൈംസ് വെച്ച് കോപ്പിറൈറ്റിംഗ് ബുക്കിൽ എഴുതിയിട്ട് അതെനിക്ക് അയച്ചു തരണം. കേട്ടല്ലോ? അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് വിളിച്ച് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.